മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഏത്തയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടെ ഒരു പെരട്ട് പോലെ വെച്ചാലോ? വെക്കാം. എങ്ങനെയാണെന്ന് അറിയണ്ടേ? ആദ്യം ഏത്തയ്ക്കയും ഉരുളക്കിഴങ്ങും ചെത്തി അടുപ്പിൽ വെക്കുക. ഇതാ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, കരിയാപ്പല എല്ലാം കൂടെ വഴറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ഏത്തയ്ക്ക തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് കായും ചേർക്കാം. പാളയംകോടൻ കായ ചേർക്കാം, റോസ്റ്റ് ചേർക്കാം. ഉരുളക്കിഴങ്ങും ഈ കായൊക്കെ എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന കേട്ടോ. നല്ലൊരു പെരട്ടാണത്. കരിയാപ്പില ഇടുക, മല്ലിച്ചപ്പ് ഇടുക, വെളുത്തുള്ളി ചേർന്നാൽ ഏത് ഗ്യാസ് ഉള്ളവർക്കും ഉരുളക്കിഴങ്ങും ഏത്തയ്ക്കയൊക്കെ കൂട്ടാം. വെള്ളം ഉണ്ടാക്കി ഞാൻ ഉരുളക്കിഴങ്ങും ഏത്തയ്ക്കയും കൂടെ വരട്ട് വെച്ചത്, പെരളം പോലെ വെച്ചത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ. ഏത്തയ്ക്ക തന്നെ വേണമെന്നില്ല കേട്ടോ. റോസ്റ്റ്, പാളയംകോടൻ എന്ത് ഇതും ചേർക്കാം. നമുക്ക് ഇതുപോലെ പെരട്ടുണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാം. ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാം, തന്നെ കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, തന്നെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ. എൻ്റെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ, അല്ലെങ്കിൽ ശോശാമ്മ കിച്ചൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ, ഇഷ്ടമുള്ളത് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോ. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാ നാട്ടിലുള്ളവർക്കും ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങൊക്കെ എല്ലാ നാട്ടിലുള്ളതാണ്, അതുപോലെ കായും എല്ലാ നാട്ടിലുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം.